ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ദിവസം ഒരു വെക്കേഷൻ മുന്നോട്ട് പോയിട്ട് ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നയാ. പക്ഷേ ഒരു വെക്കേഷൻ മുന്നോട്ട് പോയിട്ട് ഉറക്കം തീറ്റ അങ്ങനത്തെ ഒരു ഫ്ലോയിൽ പോയി. അപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത്, ഞാനൊക്കെ വെക്കേഷൻ ടൈമിൽ എന്താണ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ഒന്ന് സിനിമ കാണുക, പിന്നെ കൂടുതലായിട്ട് സ്കിൻ കെയർ, ഹെയർ കെയർ അങ്ങനത്തെ സംഭവങ്ങളാണ്. സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മാറ്റമൊക്കെ വരണം, ഫ്രണ്ട്സിനൊക്കെ കാണിക്കണം എന്നുള്ളൊരു ഇതിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇന്ന് ഒരു 5 days ഓഫ് സീരീസ് അല്ലെങ്കിൽ ഒരു 5 days ഓഫ് എപ്പിസോഡ്സ് തുടങ്ങുകയാണ്. നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, പക്ഷേ ഒരു സാധനമായിരിക്കും കോമൺ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് 5 red days എന്നാണ് കേട്ടോ. അതിൽ റെഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, ബീട്രൂട്ട് ആണ് നമ്മളൊരു കോമൺ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ബീട്രൂട്ട് വെച്ച് നമുക്ക് ഒരു കുറച്ച് ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ബീട്രൂട്ട് എന്ന് പറയുന്നത് സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ്. പക്ഷെ നമ്മളിപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത് സ്കിന്നിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അത് എങ്ങനെ ഡിഫറെന്റ് വേസിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് എന്റെ സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ ഈ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്യും. ഓക്കെ, നമ്മൾ ആദ്യം വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ബീട്രൂട്ട് ജ്യൂസ് ആണ് കേട്ടോ. ഇത് വിട്ട് നമുക്ക് ഈ 5 days ഈ സീരീസ് ചെയ്യാൻ പറ്റത്തേ ഇല്ല. ആക്നെ റെഡ്യൂസ് ചെയ്യും, നമുക്ക് ഫേസിൽ ഒരു പിങ്കിഷ് ഗ്ലോ തരും. ഇത് റിച്ച് ഇൻ വൈറ്റമിൻ സി ആണ്, കൊളാജൻ പ്രൊഡക്ഷൻ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ ബീട്രൂട്ട് എന്ന് പറയുന്നത്. കടലമാവാണേ. കടലമാവ് ഒരു എക്സ്ഫോലിയേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ നല്ലതാണ്. നല്ലൊരു സ്ക്രബിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. അതിനാണ് കേട്ടോ കേർഡ് എന്ന് പറയുന്നത്. കേർഡ് നമ്മളെ ഫേസിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. അതിലുള്ള ലാക്റ്റിക് ആസിഡ് നമ്മളെ ഫേസിൽ ഭയങ്കര നല്ലതാണ്. എല്ലാം ഭയങ്കര നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. കുറച്ചൊന്ന് സ്കിൻ ബ്രൈറ്റൻ ആക്കാനൊക്കെ. അറ്റ് ലാസ്റ്റ് നമുക്ക് കുറച്ച് ഹണിയും കൂടെ യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ആവശ്യത്തിന് ഹണിയും കൂടെ യൂസ് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ ഫേസിലും നെക്കിലും ഒരുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കിത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ട് വാഷ് ഔട്ട് ചെയ്യുക, വൈപ്പ് ഔട്ട് ചെയ്യാം. നമുക്ക് അതിന് ശേഷം കാണാവേ. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് വൈപ്പ് ഔട്ട് ചെയ്യാവേ. ഒരു വെയിറ്റ് ടവൽ എടുത്തിട്ട് നമുക്കിങ്ങനെ വൈപ്പ് ഔട്ട് ചെയ്യാം. ശരിക്കും സത്യം പറയാലോ, എനിക്ക് എന്റെ ഫേസിൽ ഒരു പിങ്കിഷ് ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. വല്ലാത്തൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്തായാലും ഒരു ഭയങ്കര ഒരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തം വാഷ് ചെയ്യാതെ. ഓക്കെ, ഞാൻ ഇപ്പൊ എല്ലാം വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടേ. ശരിക്കും പറയാലും എന്റെ ഫേസിൽ നന്നായിട്ടൊരു ഗ്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക്. അപ്പൊ ഈ പാക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്കൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പൊ ഇത്രയുള്ള വീഡിയോ.